വരമരുളീശ നീയത്രേ എൻ രക്ഷാസ്ഥാനം. പരപരമേശ വരമരുളീശ നീയത്രേ എൻ രക്ഷാസ്ഥാനം. എന്റെ ഭാഗ്യനിറവല്ലോ നിന്റെ എല്ലാ നടത്തിപ്പും എന്റെ ഭാഗ്യനിറവല്ലോ. പരപരമേശ വരമരുളീശ നീയത്രേ എൻ രക്ഷാസ്ഥാനം. പരപരമേശ വരമരുളീശ നീയത്രേ എൻ രക്ഷാസ്ഥാനം. കൈപ്പാകിലും അന്ത്യമോ മധുരമത്രേ. ആദിങ്കൽ കൈപ്പാകിലും അന്ത്യമോ മധുരമത്രേ. പരപരമേശ വരമരുളീശ നീയത്രേ എൻ രക്ഷാസ്ഥാനം. പരപരമേശ വരമരുളീശ നീയത്രേ എൻ രക്ഷാസ്ഥാനം. കാർമേഘത്തിനുള്ളിലീ ഞാൻ മിന്നും സൂര്യശോഭ കാണും. കാർമേഘത്തിനുള്ളിലീ ഞാൻ മിന്നും സൂര്യശോഭ കാണും. പരപരമേശ വരമരുളീശ നീയത്രേ എൻ രക്ഷാസ്ഥാനം. പരപരമേശ വരമരുളീശ നീയത്രേ എൻ രക്ഷാസ്ഥാനം. സന്ധ്യയിങ്കൽ വിലാപവും സന്തോഷമുഷസിങ്കലും. സന്ധ്യയിങ്കൽ വിലാപവും സന്തോഷമുഷസിങ്കലും. പരപരമേശ വരമരുളീശ നീയത്രേ എൻ രക്ഷാസ്ഥാനം. പരപരമേശ വരമരുളീശ നീയത്രേ എൻ രക്ഷാസ്ഥാനം. നിന്നോടൊന്നിച്ചുള്ള വാസം എന്റെ കണ്ണീർ തുടച്ചിടും. നിന്നോടൊന്നിച്ചുള്ള വാസം എന്റെ കണ്ണീർ തുടച്ചിടും. പരപരമേശ വരമരുളീശ നീയത്രേ എൻ രക്ഷാസ്ഥാനം. പരപരമേശ വരമരുളീശ നീയത്രേ എൻ രക്ഷാസ്ഥാനം. നിന്റെ മുഖശോഭമൂലം എന്റെ ദുഃഖം തീർന്നു പോകും. നിന്റെ മുഖശോഭമൂലം എന്റെ ദുഃഖം
30-ാം സങ്കീർത്തനം 11-12 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. നീ എൻ്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി തീർത്തു, എൻ്റെ രട്ട് നീ അഴിച്ചു എന്നെ സന്തോഷം ഉടിപ്പിച്ചിരിക്കുന്നു. ഞാൻ മൗനമായിരിക്കാതെ നിനക്ക് സ്തുതി പാടേണ്ടതിന് തന്നെ. എൻ്റെ ദൈവമായ യഹോവേ, ഞാൻ എന്നേക്കും നിനക്ക് സ്തോത്രം ചെയ്യും. ഈ സങ്കീർത്തനത്തിൽ നാം കാണുന്നത് നമ്മുടെ വിലാപത്തെ മാറ്റി അത് നൃത്തമാക്കി തരുന്ന ദൈവത്തെ സംബന്ധിച്ചാണ്. വിലാപം എന്ന് പറയുന്നത് വളരെ സങ്കടകരമായ ഒരു സ്ഥിതിയാണ്. ഇതേ സങ്കീർത്തനത്തിൻ്റെ 5-ാം വാക്യത്തിൽ നാം കാണുന്നത് സന്ധ്യയിങ്കൽ കരച്ചിൽ വന്ന് രാപാർക്കും, ഉഷസ്സിലോ ആനന്ദഘോഷം വരുന്നു എന്നാണ്. കരച്ചിൽ വന്ന് രാപാർക്കുന്നതായ ഒരു അവസരം വളരെ പ്രയാസകരമാണ്. സന്ധ്യയിങ്കൽ കരച്ചിൽ വന്ന് രാത്രി മുഴുവനും അത് നമ്മോട് കൂടെ പാർക്കുന്നതായ ഒരു സ്ഥിതിയാണ് ഈ വാക്യത്തിൽ നാം കാണുന്നത്. സന്ധ്യയിങ്കൽ കരച്ചിൽ വന്ന് രാപാർക്കും. രാത്രിയിൽ ഉയരുന്നതായ വലിയ വിലാപം എത്രയോ ഭയാനകമാണ്. അനേക സ്ഥലങ്ങളിൽ രാത്രികാലത്ത് അതിഭയങ്കരമായ വിലാപങ്ങൾ ഉയർന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു ഉദാഹരണമാണ് 1984 ഡിസംബർ മാസം 2-ാം തീയതി രാത്രിയിൽ ഭോപ്പാൽ വാതക ദുരന്തം ഉണ്ടായതായ സമയത്ത് നടന്നതായ സംഭവങ്ങൾ. ഏതാനും ചില നിമിഷങ്ങൾ കൊണ്ട് 8,000-ഓളം ആളുകളാണ് മരണത്തിന് കീഴടങ്ങിയത്. ലക്ഷക്കണക്കിന് ആളുകൾ അതിൻ്റെ ദുരിതങ്ങൾ അനുഭവിക്കുന്നവരായിട്ട് മാറി. മീഥൈൽ ഐസോസയനേറ്റ് എന്ന് പറയുന്നതായ വിഷവാതകം വളരെ പെട്ടെന്ന് ആ പ്രദേശം മുഴുവൻ വ്യാപിക്കുകയും അങ്ങനെ ഫാക്ടറിയിൽ നിന്ന് വ്യാപിച്ചതായ ഈ വിഷവാതകം ശ്വസിച്ച് ആയിരക്കണക്കിന് ആളുകൾ പിടഞ്ഞു വീണ് മരിക്കുകയായിരുന്നു. വലിയൊരു വിലാപം ആ സമയത്ത് അവിടെ മുഴുവൻ ഉണ്ടായി. എത്ര ഭയാനകമായ ഒരു അന്തരീക്ഷമായിരുന്നു ആ രാത്രിയിൽ. ആ പ്രദേശങ്ങളിൽ ഉണ്ടായതായ കരച്ചിലെന്ന് പറയുന്നത് വലിയൊരു വിലാപമായിരുന്നു. അങ്ങനെ എത്രയോ സംഭവങ്ങൾ ചരിത്രത്തിലുണ്ട്. രാത്രി സമയത്തുണ്ടായതായ വിലാപങ്ങൾ, തിരുവെഴുത്തിൽ തന്നെ പറയുന്നതായ ഒരു വലിയ വിലാപം പുറപ്പാട് പുസ്തകത്തിൽ നാം കാണുന്നുണ്ട്. വലിയവനായ ദൈവം മിസ്രയീം ദേശത്ത് കൊടുത്തതായ 10 ബാധകളിൽ അവസാനത്തെ ബാധയായ കടിഞ്ഞൂൽ സംഹാരത്തിൻ്റെ സമയത്ത് വലിയൊരു വിലാപം ആ പ്രദേശം മുഴുവനായി ഉണ്ടായതായിട്ട് നാം വായിക്കുന്നു. അങ്ങനെ വലിയ വലിയ വിലാപങ്ങൾ ഉയർന്നതായ ഒരുപാട് സംഭവങ്ങൾ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ദേശത്തേക്ക് മടങ്ങി വരാം. സന്ധ്യയിൽ ആരംഭിക്കുന്നതായ വിലാപം രാത്രി മുഴുവനും നീണ്ടു നിൽക്കുന്ന ഒരുപാട് കുടുംബങ്ങൾ നമ്മുടെ ദേശത്ത് ഉണ്ടായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ പഴയ കാലത്ത് ഒരുപാട് കുടുംബങ്ങൾ അരക്ഷിതാവസ്ഥയിൽ കഴിഞ്ഞിരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ആ സമയത്ത് മദ്യപാനികളായിട്ടുള്ള കുടുംബനാഥന്മാർ വീട്ടിലേക്ക് കയറി വന്നിട്ടുണ്ടാക്കിയിട്ടുള്ള ബഹളങ്ങൾ വളരെയായിരുന്നു. ഞാനിപ്പോൾ ഓർമ്മിക്കുന്നുണ്ട്, ഞങ്ങളുടെ ഗ്രാമപ്രദേശത്ത് ഒരുപാട് മദ്യപാനികളുണ്ടായിരുന്നു. ആ നാളുകളിൽ ഇന്നത്തെ പോലെയുള്ള സംവിധാനങ്ങളൊന്നും ഇല്ലായിരുന്നു. ഒരു കള്ള് ഷാപ്പോ ചാരായ ഷാപ്പോ ഒക്കെ നാട്ടിൻപുറങ്ങളിലുണ്ടായിരിക്കും. മദ്യപാനികൾ ആ കള്ള് ഷാപ്പിൽ പോയി മദ്യപാനം കഴിഞ്ഞ് റോഡിലൂടെ ആടി ആടി പോകും. ഇത് സാധാരണയായി കാണുന്നതായ ഒരു ചിത്രമായിരുന്നു. ഇപ്പോഴാണ് മിക്ക വീടുകളിലും രഹസ്യമായി മദ്യപിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങളുള്ളത്. ഫോറിൻ ലിക്കേഴ്സ് വീട്ടിൽ കൊണ്ടുവച്ച് രഹസ്യമായി കുടുംബത്തിലുള്ള എല്ലാവരും ഒരുമിച്ച് ചേർന്നിരുന്ന് മദ്യപിക്കുന്ന ഒരു ഫോറിൻ സംവിധാനം ഇപ്പോൾ നമ്മുടെ നാട്ടും പ്രദേശത്തെല്ലാം വ്യാപിച്ചു. എന്നാൽ പഴയകാലത്ത് അങ്ങനെയല്ലായിരുന്നു. ഈ മദ്യപാനികൾ വീട്ടിലേക്ക് ചെന്നിട്ട് അവിടെ ഉണ്ടാക്കുന്ന ബഹളങ്ങൾ നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെ ആ കാലത്ത് മിക്ക മദ്യപാനികളുടെ വീടുകളിലും സന്ധ്യാസമയമാകുമ്പോൾ അതിഭയാനകമായ ബഹളവും പ്രശ്നങ്ങളുമൊക്കെ ആയിരുന്നു. മദ്യപാനിയായ ഭർത്താവ് മദ്യപിച്ച് ലക്ക് കെട്ട് വീട്ടിലേക്ക് വരുമ്പോൾ ഭാര്യയും മക്കളും ഒക്കെ ഭയപ്പാടോടുകൂടെ കഴിഞ്ഞിരുന്നതായ ഒരുപാട് ഭവനങ്ങൾ എനിക്കറിയാം. ആ കാലത്ത് ഒരുപാട് സഹോദരിമാർ മദ്യപാനികളായ ഭർത്താക്കന്മാരുടെ കയ്യിൽ നിന്ന് അതിഭയാനകമായ പീഡനങ്ങൾ ഏൽക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. മക്കളൊക്കെ വളരെ ഭയത്തോടുകൂടെ കഴിഞ്ഞിരുന്നതായ ഒരുപാട് കുടുംബങ്ങൾ ആ സമയത്തുണ്ടായിരുന്നു. രാത്രി മുഴുവനും നീണ്ടു നിൽക്കുന്ന വിലാപങ്ങൾ ആ ഭവനങ്ങളിൽ നിന്ന് ഉയർന്നത് കേട്ടിട്ടുണ്ട്. എന്നാൽ അത്ഭുതകരമെന്ന് പറയട്ടെ പ്രിയമുള്ളവരെ,
ആ ഭവനങ്ങൾ ഒന്നടങ്കം ദൈവസന്നിധിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ എത്ര വലിയ വ്യത്യാസമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. മദ്യപാനികളായിരുന്ന കുടുംബനാഥന്മാർ അവരുടെ മദ്യപാനം ഉപേക്ഷിച്ചിട്ട് കർത്താവിങ്കിലേക്ക് തിരിഞ്ഞു. ദൈവത്തിൽ ആശ്രയിക്കുവാനായിട്ട് അവർ തീരുമാനിച്ചു. കർത്താവിനെ അവർ കണ്ടുമുട്ടി. അങ്ങനെ വിശ്വാസത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ആ കുടുംബം ഒന്നടങ്കം അനുഗ്രഹിക്കപ്പെട്ടു. ആ കുടുംബങ്ങളിലെ വിലാപങ്ങളെല്ലാം മാറി. ആ വിലാപത്തിന് പകരമായി ഇപ്പോൾ അവിടെ സന്തോഷമാണ്. അവരുടെ മക്കളും കൊച്ചുമക്കളും ഒക്കെ അനുഗ്രഹിക്കപ്പെട്ടു. ദൈവം അവരുടെ സ്ഥിതിയൊക്കെ മാറ്റി. അങ്ങനെ കുടുംബങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടു. പഴയ കാലത്തുണ്ടായിരുന്ന ആ വലിയ വിലാപങ്ങളെല്ലാം നീങ്ങിപ്പോയിട്ട് ആ ഭവനങ്ങളിൽ നിന്ന് ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും ഘോഷങ്ങൾ ഉയരുന്ന അനുഗ്രഹീതമായ ഒരു അനുഭവത്തിലേക്ക് വരുവാനിടയായി തീർന്നു. ദൈവം വിലാപത്തെ മാറ്റി നൃത്തമാക്കി തീർത്തു എന്നുള്ളത് അക്ഷരാർത്ഥത്തിൽ സംഭവിച്ചത് നേരിട്ട് കാണുവാൻ ഞങ്ങൾക്കിടയായിട്ടുണ്ട്. ഇന്ന് ഈ രാവിലെ ഈ വചനം ധ്യാനിക്കുമ്പോൾ ഒരുപാട് കുടുംബങ്ങൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരികയാണ്. വിലാപത്തെ ദൈവം നൃത്തമാക്കി കൊടുത്ത ഒരുപാട് കുടുംബങ്ങൾ. പ്രിയമുള്ളവരെ, ഈ വിലാപങ്ങളെല്ലാം മാറണമെങ്കിൽ ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ: കർത്താവിൻ്റെ അരികിലേക്ക് വരിക. കർത്താവിൻ്റെ അരികിലേക്ക് വരുന്നതായ ഒരു വ്യക്തിയുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല. അതോടുകൂടെ ആ കുടുംബങ്ങൾ മുഴുവനായ അനുഗ്രഹത്തിലേക്ക് വരാനുള്ള ഒരു വഴി തുറക്കുകയാണ്. അങ്ങനെ ആ കുടുംബങ്ങളെല്ലാം സന്തോഷത്തിലേക്കും സമാധാനത്തിലേക്കും വരുന്നു. വിലാപങ്ങളെ മാറ്റിത്തരുന്ന ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഇന്ന് രാവിലെ നമുക്ക് അടുത്തു വരാം. ഇനി നമ്മുടെ വ്യക്തി ജീവിതത്തെ നോക്കിയാലോ? പലപ്പോഴും ഈ രാത്രി മുഴുവനും നാം വിലപിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടിയിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നേരിടുന്നതായ ഒരുപാട് പ്രതിസന്ധികളുടെ മുൻപാകെ ഒരുപക്ഷെ നാം രാത്രി മുഴുവനും വിലപിച്ചുകൊണ്ടിരിക്കേണ്ടതായിട്ട് വരാം. പക്ഷേ വലിയവനായ ദൈവം നമ്മെ കൈവിടുന്നവനല്ല. നമ്മുടെ വിലാപത്തെ നൃത്തമാക്കി തരുന്ന ദൈവമാണ് നമുക്കുള്ളത്. നമ്മുടെ രട്ട അഴിച്ച് സന്തോഷം ഉടുപ്പിക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. നമ്മുടെ പ്രയാസത്തോടുകൂടെ നമ്മെ ഉപേക്ഷിച്ചിട്ട് പോകുന്നവനല്ല നമ്മുടെ ദൈവം. ആ പ്രശ്നങ്ങളുടെ മീതെ നിൽക്കുന്ന വലിയവനായ ദൈവത്തെ ഇന്ന് രാവിലെ നാം കാണുമ്പോൾ നമ്മുടെ പ്രയാസങ്ങളുടെ മുൻപാകെ, നമ്മുടെ പ്രശ്നങ്ങളുടെ മുൻപാകെ നമ്മുടെ കരച്ചിലിനെ മാറ്റി നമ്മെ സന്തോഷം ഉടിപ്പിക്കുന്ന, നമ്മുടെ രട്ട അഴിച്ച് നമ്മെ സന്തോഷം ഉടിപ്പിക്കുന്ന, നമ്മുടെ വിലാപത്തെ നൃത്തമാക്കി തീർക്കുന്ന വലിയവനായ ദൈവത്തെ ഇന്ന് രാവിലെ കണ്ടെത്തുവാൻ നമുക്ക് സാധിക്കും. നമ്മുടെ വ്യക്തി ജീവിതത്തിൽ എത്രയോ തവണ ആ ഒരു അനുഭവം നമുക്കുണ്ടായിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഈ ധ്യാന ചിന്തകൾക്ക് വിരാമമിടാം എന്ന് ഞാൻ വിചാരിക്കുകയാണ്. നമ്മുടെ മുൻപാകെ ഒരു വലിയ വിലാപം ഉണ്ടാകേണ്ടതായിരുന്നു. അതേത് വിലാപമാണ്? നിത്യമായ നരകാഗ്നി എന്ന വിലാപം. ആദാമ്യവർഗത്തിൽ ജനിച്ചു വീഴുന്ന സകല മനുഷ്യരും പാപികളായി ജനിക്കുന്നത് കൊണ്ട് നിത്യമായ നരകാഗ്നിക്ക് വിധിക്കപ്പെട്ടവരാണ് എന്ന് തിരുവെഴുത്ത് നമ്മോട് പറയുന്നു. ഒരിക്കൽ മരിക്കയും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു എന്നാണ് നാം വായിക്കുന്നത്. എന്നാൽ ആ ന്യായവിധിയിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയുള്ള ഏക രക്ഷാമാർഗം കർത്താവായ യേശു ക്രിസ്തുവാണ്. ആ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിക്കും നിത്യജീവൻ ലഭിക്കുന്നു. അവർ നിത്യമായ നരകാഗ്നിയിൽ നിന്ന് നിത്യജീവനിലേക്ക് കടന്നിരിക്കുന്നു എന്ന് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു എന്നാണ് തിരുവെഴുത്ത് നമ്മോട് പറയുന്നത്. അങ്ങനെ പാപിയായ ഒരു വ്യക്തി കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ വിശ്വാസത്താൽ നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹീതമായ ഒരു അനുഭവമാണ് നിത്യരക്ഷ എന്നുള്ളത്. അങ്ങനെ കർത്താവിൽ വിശ്വസിച്ച ഏതൊരു വ്യക്തിയും നിത്യമായ നരകാഗ്നിയിൽ നിന്ന് വിടുവിക്കപ്പെട്ടിരിക്കുന്നു. നിത്യമായ വിലാപത്തിൽ നിന്ന് നിത്യമായ സന്തോഷത്തിലേക്ക് അവർ പ്രവേശിച്ചിരിക്കുന്നു. ഈ ലോക ജീവിതത്തിൻ്റെ അവസാനമായി നാം ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ നമ്മുടെ ആത്മാവ് നിത്യമായ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുന്നു. കർത്താവിനോട് കൂടെ ആ ആത്മാവ് വാസം ചെയ്യുന്നു. വിലാപത്തെ നൃത്തമാക്കി തീർക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നതിൻ്റെ ഏറ്റവും ആത്യന്തികമായ അർത്ഥം അതാണ് എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ദാവീദ് രാജാവ് എന്താണ് പറയുന്നത്? 12-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ഞാൻ മൗനമായിരിക്കാതെ നിനക്ക് സ്തുതി പാടേണ്ടതിന് തന്നെ എൻ്റെ ദൈവമായ യഹോവേ, ഞാൻ എന്നേക്കും നിനക്ക് സ്തോത്രം ചെയ്യും. നമ്മുടെ ഈ ലോക ജീവിതത്തിലെ
നമ്മുടെ വിലാപങ്ങളെ നൃത്തമാക്കി തീർക്കുന്ന വലിയവനായ ദൈവത്തിന് സ്തുതി പാടുവാൻ നമുക്ക് സാധിക്കട്ടെ. ഈ ലോക ജീവിതത്തിന് അപ്പുറമായിട്ട് നിത്യമായ വിലാപത്തിൽ നിന്ന് നിത്യമായ സന്തോഷത്തിലേക്ക് നമ്മെ കൊണ്ടുവന്ന വലിയവനായ ദൈവത്തിന് സ്തുതി പാടുവാൻ ഇന്ന് രാവിലെ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ഞങ്ങൾക്ക് നൽകിയ അനുഗ്രഹീതമായ പ്രഭാതത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ വായിച്ചതുപോലെ സന്ധ്യയെങ്കിൽ കരച്ചിലോ നിരാവാർക്കും ഉഷസ്സിലോ ആനന്ദഘോഷം വരുന്നു. കർത്താവെ, അനേക ഇടങ്ങളിൽ രാത്രിയിൽ ഉയർന്നതായ വിലാപത്തെ സംബന്ധിച്ച് ഞങ്ങൾ ചിന്തിക്കുകയായിരുന്നു. അനേക കുടുംബങ്ങൾ ദീർഘനാളുകൾ വിലപിക്കുന്ന കുടുംബങ്ങളായിരുന്നു. എന്നാൽ അതിൽ നിന്ന് അവരെ സന്തോഷത്തിലേക്ക് കൊണ്ടുവന്നതായ ചരിത്രവും ഞങ്ങൾ ചിന്തിക്കുകയായിരുന്നു. ഞങ്ങളുടെ വിലാപത്തെ നൃത്തമാക്കി തീർക്കുവാൻ കഴിവുള്ള ഒരേ ഒരുവൻ അവിടുന്ന് മാത്രമാണ് എന്ന് ഞങ്ങൾ ഇന്ന് രാവിലെ ചിന്തിപ്പാൻ ഞങ്ങളെ സഹായിച്ചതിനായി സ്തോത്രം. ഈ ശുശ്രൂഷയെ സംബന്ധിച്ച് എല്ലാവരെയും അവിടെ അനുഗ്രഹിക്കണമേ. ആരെങ്കിലും കർത്താവ് അവിടുത്തെ രക്ഷയെ കണ്ടെത്താത്തവരായിട്ടുണ്ടെങ്കിൽ അവരുടെ ഉള്ളത്തിൽ അവിടുത്തെ ആത്മാവ് പ്രവർത്തിച്ച് കർത്താവയുടെ വിലാപത്തെ സന്തോഷമാക്കി തീർക്കുന്ന, നൃത്തമാക്കി തീർക്കുന്ന കർത്താവിലേക്ക് അടുത്ത് വരുവാൻ അവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷയെ സംബന്ധിച്ച് എല്ലാവരെയും അനുഗ്രഹിക്കണമേ. അവിടുന്ന് അങ്ങനെ ചെയ്തതിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ഞങ്ങളുടെ കർത്താവ് രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ.